ഓക്കെ, സോ ഇതാണ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന ഐക്യൂടെ ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഐക്യു 15. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയോ, ഐക്യു ആക്ച്വലി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും, അതായത് എല്ലാ ഫീച്ചേഴ്സിലും എന്തെങ്കിലുമൊക്കെ അപ്ഗ്രേഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ഡൗൺ ഗ്രേഡ് വന്നിട്ടില്ല. ഓക്കെ, ഇത്തവണ ആദ്യം അൺബോക്സിംഗ് കാണാം, കൂടുതൽ സമയം വേസ്റ്റ് ചെയ്ത് ലെറ്റ്സ് റോൾ. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഫോണുണ്ട്, ഡോക്യുമെന്റ്സ്, നല്ല ക്വാളിറ്റി ഉള്ള സിലിക്കോൺ TPU കേസ്, ടൈപ്പ് സി ചാർജിംഗ് കേബിൾ ആൻഡ് ഫാസ്റ്റ് ചാർജിംഗ്. ഫസ്റ്റ് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്ഗ്രേഡിനെ കുറിച്ച് സംസാരിക്കാം. അതാണ് ഐക്യു 15 വന്നിരിക്കുന്ന ഈ ഒരു ഡിസ്പ്ലേ. ഫസ്റ്റ് ടൈം ആണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ സാംസങ്ങിന്റെ 2K റെസൊല്യൂഷൻ ഉള്ള M14 OLED ഡിസ്പ്ലേ വരുന്നത്. അതായത് നമ്മൾ ഈ വർഷം iPhone 17 സീരീസിൽ കണ്ട എക്സാക്ട്ലി സെയിം ഡിസ്പ്ലേ ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതിലുണ്ടായിരുന്ന ആ ഒരു ആന്റി റിഫ്ലക്റ്റീവ് ഫിലിം ഒക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇത്തവണ ബ്രൈറ്റ്നസ് അപ്ഗ്രേഡ് ചെയ്ത് 2600 നിറ്റ്സിന്റെ HBM ബ്രൈറ്റ്നസും 6000 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഓക്കെ, കൂട്ടുമ്പോണ്ടല്ലോ ഇത് കംപ്ലീറ്റ്ലി വൈറ്റ് ആയി പോവാണ്, അത്രയും ബ്രൈറ്റ്നസ് ഉണ്ട്. സോ ഇൻസൈൻ ബ്രൈറ്റ്നസ് ആണ് ഇത്തവണ തന്നിരിക്കുന്നത്. സോ ഇൻഡോർ യൂസ് ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും നല്ല വെയിലാണെങ്കിലും ഫോട്ടോസും വീഡിയോസും ടെക്സ്റ്റ് ഒക്കെ നമുക്ക് ക്ലിയർലി വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം വന്ന ഐക്യു 13 HDR സർട്ടിഫിക്കേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്തവണ HDR പ്ലസ് ഡോൾബി വിഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് സർട്ടിഫിക്കേഷൻ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്നുമുണ്ട്. ഡിസ്പ്ലേ സൈസ് അങ്ങനെ ഒരുപാട് മാറിയിട്ടില്ല. ഇത്തവണ 6.85 ഇഞ്ച് സൈസ് ഉള്ള 144 Hz വരെ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ് വന്നിരിക്കുന്നത്. 1 Hz to 120 Hz വരെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. ചില ഗെയിംസിൽ മാത്രം ആ ഒരു 144 Hz റിഫ്രഷ് റേറ്റ് കിട്ടും. പിന്നെ കഴിഞ്ഞ വർഷം വന്ന പോലെ ഇത്തവണയും ആ ലോ ബ്രൈറ്റ്നസിൽ ഫ്ലിക്കറിംഗ് കാരണം ചിലർക്ക് ഹെഡേക്ക് ഉണ്ടാവാറുണ്ടല്ലോ, അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള 2160 Hz PWM ഡിമ്മിംഗ് ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. വളരെ വളരെ സ്ലിം ബെസൽസ് ആണ് വന്നിരിക്കുന്നത്. ഒരു ഡൗട്ടും വേണ്ട, ഇറ്റ്സ് എ വെരി വെരി ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ. നല്ല കളേഴ്സ് ഉണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന പോലെ ഇത്തവണയും അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. കണ്ടില്ലേ, തൊട്ടാൽ മതി അൺലോക്ക് ആവുന്നുണ്ട്. പിന്നെ ഇത്തവണ ഐ തിങ്ക് സ്പീക്കേഴ്സും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല ലൗഡ് ക്രിസ്പ് സൗണ്ട് വരുന്നുണ്ട്. സോ അവിടെയും ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സോ ഐക്യു 15 ലുക്ക് ആൻഡ് ഡിസൈൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വന്ന ഐക്യു 13 ഏകദേശം അതേ ലുക്കിലാണ് വരുന്നത്. ഇത്തവണയും 2 കളർ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, ആൽഫ ആൻഡ് ലെജൻഡ്. എനിക്ക് പേഴ്സണലി ഈ കാണുന്ന ലെജൻഡ് കളർ ഓപ്ഷൻ അല്ലെങ്കിൽ വൈറ്റ് കളർ ഓപ്ഷൻ ആണ് ഇഷ്ടം. നല്ല ഫ്രോസ്റ്റഡ് മാറ്റ് ഫിനിഷ് ഉള്ള, ഇറ്റ്സ് വെരി പ്രീമിയം ആക്ച്വലി. കാണുമ്പോൾ നല്ലൊരു പ്രീമിയം ഫീൽ ഉണ്ട്. ഒരു ഫ്രോസ്റ്റഡ് ഗ്ലാസ് ബാക്ക് ആണ് തന്നിരിക്കുന്നത്. താഴെ ഇവിടെ ഐക്യൂടെ ബ്രാൻഡിംഗ് ഉണ്ട്. അതിന്റെ തൊട്ടപ്പുറത്ത് മോൺസ്റ്റർ ഇൻസൈഡ് എന്ന് എഴുതിയിട്ടുണ്ട്. റേസ് ഫ്ലാഗിന്റെ ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഫോണിന് ചുറ്റുമുള്ളത് ഒരു അലൂമിനിയം ഫ്രെയിം ആണ്, അതും നല്ല മാറ്റ് ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. സോ ഓവറോൾ ഈ ഫിംഗർ പ്രിന്റ് സ്മഡ്ജസ് ഒക്കെ ഉണ്ടല്ലോ, അതൊന്നും ഇവിടെ കാണാൻ കഴിയൂല. ഫ്ലാറ്റ് ഫ്രെയിം ആൻഡ് ബോക്സി ഡിസൈനിലാണ് വരുന്നത്. എന്നാൽ ഈ എഡ്ജസ് ഉണ്ടല്ലോ, എഡ്ജസ് കർവ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ ഓക്കെ ആണ്. പിന്നെ ഈ ഐക്യു 15 IP68 ആൻഡ് IP69 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് സർട്ടിഫൈഡ് ആണ്. വെയിറ്റ് ലേശം കൂടിയിട്ടുണ്ട്, 207 ഗ്രാമിൽ നിന്ന് 215 ഗ്രാം ആക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഓക്കെ ആണ്, കാരണം ബാറ്ററി കപ്പാസിറ്റി നല്ലോണം കൂട്ടിയിട്ടുണ്ട്. അത് എത്രയാണെന്ന് ഞാൻ ബാറ്ററി ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞുതരാം. പിന്നെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ ഹാപ്റ്റിക്സ് ഉണ്ടല്ലോ, ഹാപ്റ്റിക്സ് ഐ തിങ്ക് പ്രോപ്പർ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഹാപ്റ്റിക്സ് ആണ് ഇത്തവണ തന്നിരിക്കുന്നത്. നല്ല സ്ട്രോങ്, നല്ല ക്രിസ്പ് ഹാപ്റ്റിക്സ് ആണ്. ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ തീർച്ചയായിട്ടും ഐക്യു 13 വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയത് ഹാപ്റ്റിക്സ് നല്ലോണം ഇമ്പ്രൂവ് ആക്കിയിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു USB പോർട്ട് USB 3.2 Gen 1 ആണ്. ഐക്യു 13 ഉണ്ടായിരുന്ന പോലെ ഐക്യു 15 ക്യാമറ മോഡലിന് ചുറ്റും ആ ഒരു മോൺസ്റ്റർ ഹാലോ ലൈറ്റ് വരുന്നുണ്ട്. ബേസിക്കലി നമുക്കൊരു ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. RGB സ്ട്രിപ്പ് ആണ്. സോ നമുക്ക് സെറ്റിംഗ്സിൽ കയറിയിട്ട് പല കളർ ഓപ്ഷൻസും പിന്നെ ലൈറ്റ് കത്തുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്യാം. ഐക്യു എല്ലാ വർഷവും അവരുടെ ചിപ്സെറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ആ വർഷത്തെ ഏറ്റവും പവർഫുൾ ക്വാൾകോമിന്റെ ചിപ്സെറ്റ് ആണ് തരാറുള്ളത്. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. സോ ക്വാൾകോമിന്റെ ഏറ്റവും പവർഫുൾ സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റുമായാണ് ഈ ഒരു ഫോൺ വരുന്നത്. റാം ആൻഡ് സ്റ്റോറേജും ഇത്തവണ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം LPDDR5X ആൻഡ് UFS 4.0 ആയിരുന്നു. ഇത്തവണ LPDDR5X Ultra ആൻഡ് UFS 4.1 സ്റ്റോറേജ് ആണ് തന്നിരിക്കുന്നത്. പിന്നെ ഐക്യൂടെ ആ ഒരു Q ചിപ്സെറ്റ് വരാറുണ്ടല്ലോ, കഴിഞ്ഞ വർഷം അത് Q2 ആയിരുന്നു, അതായത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്സെറ്റ്. ഇത്തവണ അത് അപ്ഗ്രേഡ് ചെയ്ത് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്പ് Q3 എന്നാക്കിയിട്ടുണ്ട്. ബേസിക്കലി കുറച്ചും കൂടി മികച്ച ഗെയിമിംഗ് എക്സ്പീരിയൻസ് തരാൻ വേണ്ടിയുള്ള ഒരു ചിപ്പാണ്. പിന്നെ ഇത്തവണ കൂളിംഗ് സിസ്റ്റം ഉണ്ടല്ലോ, വേപ്പർ ചേമ്പർ കൂളിംഗ്, അതും അപ്ഗ്രേഡ് ചെയ്ത് 8K സിംഗിൾ ലെയർ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്. ബേസിക്കലി ഹീറ്റ് മാനേജ്മെന്റിന് വേണ്ടി പിന്നെ ഓവർ ഹീറ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. സോ എല്ലാ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും പെർഫോമൻസ് ഇസ് സീരിയസ്ലി ടോപ്പ് നോച്ച്, ഒരു സംശയം വേണ്ട. 3.8 മില്യന്റെ മേലുള്ള AnTuTu സ്കോർ തരുന്നുണ്ട്. BGMI ഞാൻ കളിച്ച് നോക്കിയിരുന്നു. ഔട്ട് ഓഫ് ദ ബോക്സ് അൾട്രാ എക്സ്ട്രീം അല്ലെങ്കിൽ 120 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല, വളരെ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് തന്നത്. ഓക്കെ, അതുപോലെ തന്നെ കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈലിലും 120 FPS കിട്ടുന്നുണ്ട്. അവിടെയും വെരി നൈസ്, നല്ല സ്റ്റേബിൾ FPS പെർഫോമൻസ് കിട്ടുന്നുണ്ട്. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ല, എൻ്റെ ഇനീഷ്യൽ ഇംപ്രഷൻ ആണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ, ഗെൻഷൻ ഇമ്പാക്ട് നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് മാക്സിമം 60 FPS വരെ കളിക്കാൻ പറ്റും. എന്നാൽ 120 FPS ആക്കാൻ പറ്റും. അതിലേക്ക് ഞാനിപ്പോൾ വരാം. ഓക്കെ, സോ എല്ലാ വർഷവും വരുന്ന പോലെ ഇത്തവണ
ഇത്തവണയും ആ ഒരു അൾട്രാ ഗെയിം മോഡ് കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുമ്പോൾ അതാ കണ്ടില്ല. സോ നമുക്ക് ഇഷ്ടമുള്ള പെർഫോമൻസ് മോഡ്, ബാറ്ററി സേവർ, ബാലൻസ്ഡ് അല്ലെങ്കിൽ മോൺസ്റ്റർ മോഡ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ നമുക്ക് ഈ റിഫ്രഷ് റേറ്റ് ഹൈ ആക്കാൻ പറ്റും, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, ഈവൻ ടച്ച് സാമ്പിളിംഗ് റേറ്റ്, അതായത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ അത് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കാം. ഇതിലുള്ള Q3 ചിപ്പ് കാരണം ഇവിടെ ഒരു Q ചിപ്പ് സോൺ വരുന്നുണ്ട്. ഇവിടെ 3 ഓപ്ഷൻസ് ഉണ്ട്. ഫസ്റ്റ് ആണ് സൂപ്പർ റെസൊല്യൂഷൻ ആൻഡ് ഫ്രെയിം റേറ്റ്. ബേസിക്കലി നമുക്ക് ഇതിന്റെ റെസൊല്യൂഷൻ ഒന്ന് കൂട്ടാൻ പറ്റും, അതായത് ഷാർപ്നെസ്, ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൂട്ടി തരും. അതുപോലെ തന്നെ സൂപ്പർ ഫ്രെയിം റേറ്റ് കണ്ടോ, ഒന്നെങ്കിൽ നേറ്റീവ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്ട്രീം യൂസ് ചെയ്യാം. ഗെയിം ഫ്രെയിം ഇന്റർപോളേഷൻ വഴി എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് ഗെൻഷിൻ ഇമ്പാക്റ്റിൽ 120 FPS കിട്ടുന്നത്. സെക്കൻഡ് ആണ് റേ ട്രേസിംഗിന്റെ ഓപ്ഷൻ, അതായത് റേ ട്രേസിംഗ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസ് ഒക്കെ ആണെങ്കിൽ നമുക്കിത് സ്വിച്ച് ഓൺ ചെയ്യാൻ പറ്റും. തേർഡ് ആണ് ഗെയിം വിഷ്വൽ എൻഹാൻസ്മെന്റ്, ബേസിക്കലി ഫിൽറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇടാൻ പറ്റും. യെസ്, ബൈപാസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്തുകൊണ്ട് കളിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടി, ഐക്യു പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഇതിൽ വന്നിട്ടില്ല, പക്ഷേ ലോഞ്ചിന് ശേഷം, അതായത് നിങ്ങൾ വാങ്ങിക്കുന്ന ഫോണിൽ അപ്ഡേറ്റ് വഴി അവർ ഒരു ലൈവ് സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ ഇട്ട് തരും. ആ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ 2K റെസൊല്യൂഷൻ അറ്റ് 60 FPS വളരെ സ്മൂത്ത് ആയിട്ട് ഡയറക്ട്ലി ഈ ഫോണിൽ നിന്ന് ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും എന്നാണ് ഐക്യു പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഗെയിമിംഗ് ഒക്കെ കുത്തിയിരുന്നുകൊണ്ട് കുറേ നേരം ചെയ്യാൻ വേണ്ടി ഒരു വലിയ ബാറ്ററി വേണമല്ലോ. 7000 mAh ഹ്യൂജ് ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. ഐ തിങ്ക് ഏറ്റവും വലുതല്ല എങ്കിലും ഐ തിങ്ക് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ബാറ്ററീസ് ആയിരിക്കും ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിനെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഈസിലി 1.5 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ ഗെയിമിംഗ് ഒരുപാട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 day ബാറ്ററി ബാക്കപ്പ് കിട്ടും. ഈ ബാറ്ററി ചാർജിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വന്നിരിക്കുന്ന മറ്റൊരു അപ്ഗ്രേഡ് എന്താണെന്ന് വെച്ചാൽ ഇത്തവണ iQOO 15 വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് മാക്സിമം 40 വാട്ട് വരെ വയർലെസ് ചാർജ് ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങിന്റെ ഫീച്ചറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. 100 വാട്ടിന്റെ സൂപ്പർ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജർ ഒക്കെ വരുന്നുണ്ട്. ആൻഡ്രോയിഡ് 16 ബേസ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് OS 6 ഈ iQOO 15 വരുന്നത്. കഴിഞ്ഞ വർഷം iQOO 13 4 years ഓഫ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിരുന്നെങ്കിൽ ഇത്തവണ അത് 5 years ആക്കിയിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നൈസ്. സോ ഫ്ലിപ്പ് കാർഡ്സ് എന്നൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ 4 ഫോട്ടോസ് ഇതിന്റെ ലോക്ക് സ്ക്രീനിൽ ഒരേ സമയത്ത് ഇടാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ടിൽറ്റ് ചെയ്യുമ്പോൾ ഈ 4 ഫോട്ടോസ് ഇങ്ങനെ മാറി മറിയും. പിന്നെ ഇത്തവണ ലോക്ക് സ്ക്രീനിൽ ഡെപ്ത് എഫക്റ്റ് വരുന്നുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിന്റെ ബാക്കിൽ ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. ലൈവ് ആക്ടിവിറ്റീസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി ഒറിജിൻ ഐലൻഡിന്റെ ഫീച്ചർ ഇതാ വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ലൈവ് ആക്ടിവിറ്റീസ്, ഫോർ എക്സാമ്പിൾ ടൈമർ ആൻഡ് യൂട്യൂബ് ഒരേ സമയത്ത് ട്രാക്ക് ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതിന്റെ മേളിൽ ഇങ്ങനെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് മേളിലേക്ക് ഡ്രാഗ് ചെയ്താൽ കണ്ടില്ലേ കുറെ ആപ്ലിക്കേഷൻസിന്റെ ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഈ ഫോട്ടോ ഗാലറിയിൽ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്താൽ അത് ഗാലറിയിൽ സേവ് ആയി പോകും. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ നിന്ന് ലോക്ക് സ്ക്രീനിലേക്കും പിന്നെ ലോക്ക് സ്ക്രീനിൽ ഹോം സ്ക്രീനിലേക്കുള്ള ആനിമേഷൻ ഉണ്ടല്ലോ, അതിപ്പോൾ കാണാൻ നല്ല രസമുണ്ട്. ബേസിക്കലി തീംസ് ആണ്. ഒരുപാട് ഓപ്ഷൻ എൻ്റെ സെറ്റിംഗ്സിൽ കിടപ്പുണ്ട്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ വരുന്ന ഈ ക്വിക്ക് ടോഗിൾസ് ഉണ്ടല്ലോ, അതിന്റെ ലുക്ക് കംപ്ലീറ്റ്ലി മാറ്റി മോഡേൺ ആക്കിയിട്ടുണ്ട്. ചില പുതിയ വിഡ്ജറ്റ്സ് വരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ലോക്ക് സ്ക്രീനിൽ വിഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. ആപ്പ് ഐക്കൺസ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സെറ്റിംഗ് പേജിന്റെ ലുക്ക് പുതുക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ വരുന്ന ടൂൾസ് ഉണ്ടല്ലോ, അതിന്റെ ലേ ഔട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഓവറോൾ ആനിമേഷൻസ് ഉണ്ടല്ലോ അത് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. AI ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AI കോൾ ട്രാൻസ്ലേഷന്റെ ഫീച്ചർ ഉണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന കോളുകൾ AI വഴി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ കോൾ സമ്മറി എടുക്കാൻ പറ്റും. നോട്ട്സ് ആപ്ലിക്കേഷനിൽ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാൻ പറ്റും. സർക്കിൾ ടു സെർച്ചിന്റെ ഫീച്ചർ വരുന്നുണ്ട്. ആൻഡ് ഗൂഗിൾ ജെമിനിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ഇനീഷ്യൽ എക്സ്പീരിയൻസിൽ ഒറിജിൻ OS 6 നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തന്നു നോക്കി. ഇറ്റ്സ് നൈസ്, നല്ല സ്മൂത്ത് ആണ്, സ്റ്റേബിൾ ആണ്. പിന്നെ ഇത്തവണ അനാവശ്യമായിട്ടുള്ള ബ്ലോട്ട് വേസും ഹോട്ട് ഗെയിംസ് ഒന്നും വന്നിട്ടില്ല. ഒരു ഗെയിം മാത്രമേ ഉള്ളൂ, അത് നമുക്ക് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോണിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കണക്ടിവിറ്റി, നെറ്റ്വർക്ക് റിസപ്ഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പക്കയായിരുന്നു. NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സിമ്മിന് വേണ്ടിയുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം iQOO 13 വന്ന 2x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സൽ സോണി 816 ക്യാമറ അപ്ഗ്രേഡ് ചെയ്ത് ഇത്തവണ 3x ഓപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന 50 മെഗാപിക്സൽ സോണി IMX 882 പെരിസ്കോപ്പ് ക്യാമറയാണ് തന്നിരിക്കുന്നത്. ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആണെങ്കിൽ തീർച്ചയായിട്ടും 3x ടെലിഫോട്ടോ വേണം, എന്നാലേ നമുക്ക് ആ ഒരു നല്ല ക്ലോസപ്പ് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റുള്ളൂ. ആക്ച്വലി iQOO ഇതിന്റെ പോർട്രേറ്റ് മോഡിൽ മൾട്ടിപ്പിൾ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ. സോ ഇതാണ് 23mm, 35mm, 50mm, 85mm ആൻഡ് 100mm. ഓക്കെ, സോ ഇതാണ് 50mm, 85mm, 50mm, 85mm. ഔട്ട്പുട്ടൊക്കെ നല്ലതാണ്. എച്ച് ഡിറക്ഷൻ ആണെങ്കിലും സ്കിൻ ടോൺ ഒക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. ബാക്കി 2 ക്യാമറകൾ, അതായത് 50 മെഗാപിക്സലിന്റെ സോണി IMX 921 സെൻസർ ഉള്ള ക്യാമറ, അതായത് മെയിൻ ക്യാമറ, ആൻഡ് 50 മെഗാപിക്സൽ JN1 സെൻസർ ഉള്ള അൾട്രാവൈഡ് ക്യാമറ, ഈ രണ്ടും കഴിഞ്ഞ വർഷം iQOO 13 വന്ന സെയിം ക്യാമറയാണ് വന്നിരിക്കുന്നത്. ഫോട്ടോ സാമ്പിൾസ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നല്ല പഞ്ചി കളേഴ്സ് ഉള്ള ഭയങ്കര വൈബ്രന്റ് ഫോട്ടോസ് ആണ് തരുന്നത്. സോ നമ്മുടെ ഫോട്ടോയിൽ ഈ റെഡ്, ഗ്രീൻ, ബ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ എടുത്ത് കാണിക്കും. ചിലർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്, ഈ പഞ്ചി കളേഴ്സ്. നിങ്ങൾക്ക് ഇഷ്ടമാണ്
നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് നിങ്ങൾക്ക് ഓവറോൾ ഓക്കെ ആയിട്ട് തോന്നും. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ക്യാമറ പെർഫോമൻസ് എനിക്ക് ഓവറോൾ ഓക്കെ ആയിട്ടാണ് തോന്നിയത്. അൾട്രാവൈഡ് ക്യാമറ കളേഴ്സ് ഒക്കെ ഓക്കെ ആണ്. തീർച്ചയായിട്ടും പ്രൈമറി ക്യാമറയിൽ കിട്ടുന്ന അത്രയും ഡീറ്റെയിൽസ് നമുക്ക് അൾട്രാവൈഡിൽ കിട്ടുന്നില്ല, പക്ഷേ ഇറ്റ്സ് ഗുഡ്. ഞാൻ നൈറ്റ് ഫോട്ടോസും ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ 1x ക്യാമറ ആൻഡ് 3x ക്യാമറ രണ്ടും വെച്ച് നൈറ്റ് ഫോട്ടോസ് നല്ലതാണ്. അതായത് ലോ ലൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റിൽ നമ്മൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഗ്രെയിൻസ് ഒക്കെ അത്യാവശ്യം കുറവാണ്, അല്ലെങ്കിൽ ഗ്രെയിൻസ് ഇല്ലെന്നൊക്കെ പറയാൻ പറ്റും. സെൽഫി ക്യാമറ ഇത്തവണയും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്. ബാക്കി കളേഴ്സും കാര്യങ്ങളൊക്കെ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. 8K at 30 FPS വരെയുള്ള വീഡിയോസ് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഞാൻ ചില 4K at 60 FPS സാമ്പിൾ ഷെയർ ചെയ്യുന്നുണ്ട്, കണ്ടു നോക്കുക. വലിയ കുലുക്കമൊന്നും ഇല്ലാത്ത സ്റ്റേബിൾ 4K at 60 FPS വീഡിയോസ് നമുക്ക് ഇതിൻ്റെ മെയിൻ ക്യാമറ ആൻഡ് സെൽഫി ക്യാമറ രണ്ടും വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. ലൈവ് കട്ടൗട്ട് ഉണ്ട് എന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോയിൽ നിന്ന് സബ്ജക്റ്റിനെ ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഫോട്ടോയിൽ നിന്ന് അനാവശ്യമായ ഓബ്ജക്റ്റ് എടുത്ത് കളയുന്ന എറേസ് ഫീച്ചർ ഉണ്ട്. പിന്നെ ഒരു ഫോട്ടോയുടെ ഫ്രെയിം വലുതാക്കി തരുന്നത്, അതായത് ചുറ്റുമുള്ള കാര്യങ്ങൾ AI വഴി ജനറേറ്റ് ചെയ്ത് തരുന്ന AI ഇമേജ് എക്സ്പാൻഡർ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടാവല്ലോ. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും അപ്ഗ്രേഡ് വന്നിട്ടുണ്ട്. അതായത് ഡിസ്പ്ലേ സാംസങ്ങിന്റെ 2K റെസൊല്യൂഷൻ ഉള്ള M14 പാനലുമായി വരുന്ന ഫസ്റ്റ് ആൻഡ്രോയിഡ് ഫോൺ ആണ്. ലേറ്റസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 ചിപ്സെറ്റ് കൊടുത്തിട്ടുണ്ട്. ബാറ്ററി കൂട്ടി 7000 mAh ആക്കിയിട്ടുണ്ട്. വയർലെസ് ചാർജിങ്ങിന് വേണ്ടിയുള്ള സപ്പോർട്ട് വരുന്നുണ്ട്. ടെലിഫോട്ടോ ക്യാമറ ഇംപ്രൂവ് ചെയ്ത് ഇത്തവണ 3x പെരിസ്കോപ്പ് ക്യാമറയാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മളിൽ പലരും ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരുന്ന ഫൺ ടച്ച് OSന് പകരം ഇത്തവണ പുത്തൻ ലുക്കുമായിട്ട് ലേറ്റസ്റ്റ് ഒറിജിനോസ് 6 കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് 72,999 രൂപ. എന്നാൽ ലോഞ്ച് ഓഫറുടെ ഭാഗമായിട്ട് 7,000 റുപ്പീസിന്റെ ബാങ്ക് ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 7,000 റുപ്പീസിന്റെ എക്സ്ചേഞ്ച് ബോണസ് ഈടാക്കാൻ പറ്റും. അതിന്റെ മേളിൽ അഡീഷണൽ 1,000 റുപ്പീസിന്റെ കൂപ്പൺ ഡിസ്കൗണ്ട് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, സോ ഈ ലേറ്റസ്റ്റ് iQOO 15നെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണ്, താഴെ കമന്റ് ബോക്സ് എഴുതി അറിയിക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ബൈ.